ഓരോ മതവിശ്വാസിയും മതപുസ്തകം വായിക്കുമ്പോൾ അവൻ്റെ മതപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം വലിയ വലിയ കാര്യങ്ങളാണെന്നാണ് അവൻ കരുതുന്നത്. ഉദാഹരണമായിട്ട് ഒരു ഇസ്ലാം മതവിശ്വാസി അവൻ വായിക്കുമ്പോൾ അവൻ്റെ മതഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ശാസ്ത്ര സത്യങ്ങളായിട്ടാണ് അവന് തോന്നുന്നത്. എന്തുകൊണ്ടാണ് പല്ലിയെ ഒറ്റയടിക്ക് കൊല്ലണമെന്ന് പറഞ്ഞത്? അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം. ഭർത്താവ് മരിച്ച സ്ത്രീ 130 ദിവസം യുദ്ധം ആചരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം. വെള്ളം ഇരുന്നു കൊണ്ടേ കുടിക്കാവൂ എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം. ടോയ്ലറ്റിൽ പോകുമ്പം പാട്ട് പാടരുത് എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം. അവൻ വായിക്കുമ്പോൾ ഇത് മുഴുവൻ ശാസ്ത്രമാണ്. പക്ഷേ അവൻ തന്നെ വായിക്കണം. നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ കട്ട കോമഡിയുമായിരിക്കും. എന്നാൽ ഇതേപോലെ തന്നെയാണ് ഒരു ഹിന്ദുമത വിശ്വാസിയുടെ കാര്യം. അവനവൻ്റെ മതപുസ്തകം വായിക്കുമ്പോഴത്തേക്കും അത് മുഴുവൻ എല്ലാ കാലത്തേക്കുമുള്ള സനാതന സത്യങ്ങളായിട്ടാണ് അവന് ഫീൽ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ വായിച്ചു കഴിഞ്ഞാലോ, ഒരുത്തൻ്റെ തല വെട്ടിയിട്ട് അവിടെ ആനയുടെ തല ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഒരാളുടെ ബീജം പുറത്ത് വരുന്നിടത്ത് കുടത്തിൻ്റെ അകത്ത് ഒഴിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം അതിൻ്റെ അകത്ത് മനുഷ്യനുണ്ടായി വരുന്നു. മാംസപിണ്ഡം പ്രസവിക്കുന്നു, അത് 100 പീസ് ചെയ്ത് പൊതിഞ്ഞ് കെട്ടി വെച്ചപ്പം അതിൻ്റെ അകത്തുനിന്ന് മക്കളുണ്ടായി വരുന്നു. സ്ത്രീ മുട്ടയിടുന്നു, ആ മുട്ട വിരിഞ്ഞ് പാമ്പും പരുന്തും മക്കളായിട്ട് ജനിക്കുന്നു. 10 തലയുള്ള മനുഷ്യൻ. ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം സനാതന സത്യങ്ങളാണെങ്കിൽ നമുക്ക് കട്ട കോമഡി മാത്രമാണ്.